ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത വീഡിയോ ആണ്. ബാക്ക് ടു സ്കൂളിൽ നിന്ന് വീഡിയോ ആണ്. അറിയാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം വെച്ചാൽ എൻ്റെ മക്കളെ സ്കൂള് ജൂൺ 10 തുറക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറച്ച് ഇതാക്കിയതാണ്. നേരത്തെ കാലത്തെ മക്കൾ ഫുൾ പിന്നെ അതിനെ കൊണ്ട് കളിയായിരിക്കും. അതുകൊണ്ട് അന്നേരം നമുക്ക് കാണാം ഞാൻ എന്തെല്ലാം വാങ്ങിയത്. ഇതാണ് എൻ്റെ മോക്ക് വാങ്ങിയത് പൗച്ച്. കാരണം വെച്ചാൽ ബോക്സിലാവുമ്പോൾ പിന്നെ അവൾ വേഗം എന്താ പറയണ്ടേ, വേഗം പടക്കായി പോവും. അതുകൊണ്ട് ഇപ്രാവശ്യം പൗച്ച് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. ഇതാന്നോളെ അവൾ അതിൽ എടുത്ത് വെച്ച സംഭവങ്ങൾ. അധികം സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല, കാരണം വെച്ചാൽ കുറേ എല്ലാം മക്കളടുത്തുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതാണ് ഇവരെ രണ്ടാളെ എന്താ പറയണ്ടേ, സ്നാക്സ്. ഒന്നെങ്കിൽ ബിസ്ക്കറ്റ്, പഴ അങ്ങനത്തെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. 2 ലഞ്ച് ബോക്സ് വാങ്ങിന്, ചെറുത് നോക്കിച്ച്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 റുപ്യാണ്. രണ്ടിനല്ല ഒന്നിൻ്റെ റേറ്റ്. പിന്നെ ഇത് 2 ബോട്ടിൽസ് മക്കൾക്ക് വേണ്ടിച്ച്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീലിൻ്റെ വാങ്ങിനു, പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താണെന്നല്ല, ഒരു താന് ഇങ്ങനെ ഒരു പൊന്തിയ പോലെ വെച്ച്, അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇത് 2 ബോട്ടിൽസ് വാങ്ങി. പിന്നെ ഇതാണ് ലഞ്ച്. എനിക്ക് ലഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റീലിനുള്ളിലും പിന്നെ പ്ലാസ്റ്റിക് പുറമേ വെച്ച് വാങ്ങിയിരുന്നു. പക്ഷേ അതിൻ്റെ മൂടിൻ്റെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലെല്ലാം വെള്ളം പോയി കെട്ടി നിന്ന് ഇതാക്കിയിട്ട് അതിലെ മക്കൾക്ക് ഭയങ്കര എന്താ ശരീരത്തിന് ഭയങ്കര മോശമല്ലേ. അങ്ങനെ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും സ്റ്റീലിൽ തന്നെ നല്ല നോക്കിച്ച് വാങ്ങാമെന്ന് വെച്ച്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450-500 അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സാധനം, നല്ല കാസറോൾ പോലെ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് കുറച്ച് കാലത്തേക്ക് ലഞ്ചിൻ്റെ കാര്യം നോക്കേണ്ടതാണ്. ഇതിൻ്റെ മൂടി നല്ല കാസറോൾ പോലെ തന്നെ ഉണ്ട്. കാണുമ്പോൾ കാസറോളിൻ്റെ ലുക്ക് തന്നെ ഉണ്ട്. അത് കണ്ടാകും ശരിക്കും ഒരു കുഞ്ഞ് കാസറോളിൻ്റെ ലുക്ക് തന്നെ ഉണ്ട്. പക്ഷെ നല്ല സാധനമാണ്. അതുകൊണ്ട് എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം വെച്ചാൽ നല്ല സാധനമായതുകൊണ്ട് നമ്മൾ ഒന്നെന്നെ നല്ലത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇത് 2 ഒരേപോലെ തന്നെ ഞാൻ വാങ്ങി. കാരണം എന്ന് വെച്ചാൽ നല്ല സാധനമായതുകൊണ്ട്. പിന്നെ വേറെ ഉണ്ടേനു, അതും നല്ല തന്നെ, പക്ഷേ എന്ന് വെച്ചാൽ ഇതേപോലെയല്ല. അതുകൊണ്ട് പിന്നെ ഇതാണ് എനിക്ക് നല്ലത് തോന്നിയത്. പിന്നെ ഇതാണ് പെൻസില്. പിന്നെ 2 എന്താ പറയണ്ടേ, കവറ്, ബുക്കിൻ്റെ കവറ്, എന്തിനു പറയുന്നത്, പൊതി. പിന്നെ ഇതിന്ന് മക്കളെ സ്റ്റിക്കർ. രണ്ടാളും കൂടിയിട്ട് വേറെ അടിച്ച് വാങ്ങിയത്. ഇത് ആൺകുട്ടിക്കുള്ളത്, ഇത് പെൺകുട്ടിക്കുള്ളത്. ഒരു മോള് 4, ഒരു മോന് 5ലാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം അവർക്ക് 2ആൾക്കുള്ളതാണ്. പിന്നെ ഇതവരെ സ്കട്ടർ, റബ്ബർ. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തായാലും ഒരു സ്കൂളിൽ പോകുമ്പോൾ മക്കൾക്ക് എന്തായാലും ആവശ്യമില്ല. പിന്നെ ഇതാണ് മോൻ്റെ ബോക്സ്. ഇത് 100 റുപ്യ റേറ്റ്. ഇതിൻ്റെ റേറ്റ് 100 റുപ്യാണ് വരുന്നത്. ഇതാണ് വാങ്ങിയത്. കാരണം ഇതെന്ന് വെച്ചാൽ ഇപ്പം കൊടുത്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവരെ കൈമലൊന്നും കാണില്ല. അതുകൊണ്ട് പിന്നെ അധികം വലുത് വാങ്ങിച്ചും കാര്യമില്ല. ഇവർക്ക് എന്തായാലും പിന്നെ എന്താ പറയണ്ടത്, നല്ലതിൽ വെക്കൂല, അത്ര തന്നെ. പിന്നെ ഇതാണ് മാജിക് പെന്ന്. എന്ന് വെച്ചാൽ ഇത് എഴുതി കഴിഞ്ഞാൽ കാണില്ല. പക്ഷേ ഇതിൻ്റെ ടോർച്ച് കത്തിച്ച് കഴിഞ്ഞാലാണ് ഇത് കാണാൻ. പിന്നെ മക്കൾ 2 പോകണമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു 2 ഒരേപോലത്തെ സെയിം, പക്ഷേ കളർ മാറ്റില്ല. ഓരോ ബാഗും വാങ്ങിന്. ഇതാണ് ബാഗ്. നല്ല ബാഗ്, കാരണം നല്ല സ്പേസ് ഉണ്ട്. കാരണം ഇവരുടെ സ്പേസല്ലേ വേണ്ട, കുറേ ബുക്ക് ഉണ്ടാവുമല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ. അതുകൊണ്ട് നല്ലോണം സ്പേസ് വേണം. അതേപോലെ തന്നെ നല്ല സ്പേസും കാര്യത്തിലേക്ക് നല്ല ബാഗാണ്. പിന്നെയെന്ന് വെച്ചാൽ ഓവർ റേറ്റുള്ളതും വാങ്ങിച്ചില്ല. കാരണം വെച്ചാൽ മക്കൾക്ക് എന്തായാലും കൊല്ലാവുമ്പോൾ എന്തായാലും ബാഗ് മാറ്റണം, പുതിയ ബാഗ് വേണമെന്നുള്ള ഇതുണ്ടാവില്ല ആ മക്കൾ പുതിയതെടുക്കുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഈ ബാഗാണ് ഞാൻ വാങ്ങിയത്.